കളി പാരമ്പര്യത്തിൽ വന്നതാണോ അതോ ഈ കുട്ടി ഇഷ്ടപ്പെട്ടു വന്നതാണോ? മകളെ ഇഷ്ടപ്പെട്ടു വന്നതാണ്, പാരമ്പര്യത്തിൽ വന്നതല്ല. ഈ ബാക്കി നിന്ന് കളിക്കുന്ന മൂർത്തികളൊക്കെ പിന്നിലേക്ക് പൊക്കൂള. കളി മാത്രമേ എനിക്ക് ഇവിടെ കാണാവൂ. സത്യം 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 സത്യം. ആ കളി തെളിഞ്ഞു വരട്ടെ, കാണട്ടെ. തെളിഞ്ഞു വന്ന് മര്യാദയ്ക്ക് 3 ഓങ്കാരിട്ടാല് ആയുധം തരും. ഇപ്പൊ കുടുംബമൊക്കെ സമ്മതിച്ച് നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് വേറെ പാരമ്പര്യവും ഇല്ല, വേറെ ആരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല, തരും. പക്ഷെ കളി തെളിഞ്ഞു വരണം ഇവിടെ. വരും അങ്ങോട്ട്. ആയുധം തരും. പക്ഷെ ഈ ചാടിക്കളിയൊന്നും പറ്റില്ല. കാളിയുടെ ചോട് വെച്ച് വരിക. എന്തേ അല്ലാണ്ട് ഈ കിടന്ന് ശരീരത്തിന് ഇങ്ങനെ വലയ്ക്കാൻ പറ്റില്ല. സമ്മതാണോ? ആ കൊടുക്കുകയാണ്. നല്ലോണം പ്രാർത്ഥിച്ച് നിൽക്കുക. പാരമ്പര്യമാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇനി തൊട്ട് വർഷാവർഷം ഇവിടെയും അവിടെ രണ്ടിടത്തും ഇവിടെയും ആൽത്തറയിലും അമ്പലത്തിലും അടിമപ്പണിട്ട് വർഷാവർഷം കൊണ്ടുവരിക. അശ്വതിക്ക് ഇവിടുന്ന് വാളുപൂതിക്ക് വാള് വെച്ച് വണങ്ങി വാങ്ങി അടിയാലമ്പലം പറഞ്ഞാനുള്ള കാര്യങ്ങളും ആലോചിച്ച് കുടുംബമായിട്ട് തീരുമാനം എടുത്ത് വരിക. മനസ്സിലാവണ്ടല്ലോ? കളി അങ്ങനെ ആയുധം ചോദിക്ക. ഭഗവതി ആയുധം വാങ്ങി കോമരത്തിന്റെ കുടുംബവും എല്ലാം തെളിയിച്ചു കൊടുക്കുക. 3 വെട്ടിന് 3 ഓങ്കാരിട്ട് വന്ന് ആയുധം വാങ്ങി 3 വെട്ടിന് ചോര കണ്ട് തിരിച്ചു വരിക. എവിടെ കറക്റ്റ് കാളിയുടെ ചോട് വെച്ച് വരിക. കറക്റ്റ് ഒതുക്കി കൊടുക്കുക. ഇങ്ങനെ മുട്ടിച്ചല്ല, മര്യാദക്ക് വെട്ടി ചോര വരിക. ഒതുക്കി കൊടുക്കുക. ചുറ്റും ആൾക്കാരുണ്ട്. കോമരത്തിന് മാത്രമേ കൊള്ളണ്ടൂ. അത്രയ്ക്കൊന്നും പോണ്ട. ഇവിടെ കയറി വരികയുണ്ട്. ഇവിടെ നിന്ന് കൊടുക്കുക ഭഗവതിക്ക്. കളിക്ക് അറിയില്ലേ വെട്ടാൻ? ചോര കാണാൻ അറിയില്ലേ? അറിയില്ലെങ്കിൽ നിർത്തിക്കോളൂ. അറിയാവുന്ന കളി മതി. തൃപ്തിയായോ? ശരിക്കും തൃപ്തിയായോ?
പിന്നെന്തായി വിഷമം? എന്തിന്റെ വിഷമം? കാല് തെളിഞ്ഞു വരുമ്പോ വിഷമില്ല അമ്മയ്ക്ക്. കളിക്ക് വിഷമില്ല.